സോഷ്യൽ മീഡിയയിൽ അടുത്തിടയ്ക്ക് ഈ ഭൂപടം കണ്ടായിരുന്നു. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ചുവപ്പ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭൂപടം പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കാരണം ആ ഭൂപടത്തിൽ ബൈബിൾ വാക്യങ്ങളോ വ്യാഖ്യാനങ്ങളോ ഇല്ലായിരുന്നു. പലരും ആ കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യം, ഫ്രാൻസിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലല്ലോ, യോർദാൻ എന്തുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഭൂപടം നിർമ്മിച്ചെടുത്തു. ബൈബിൾ പറഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഈ ഹെഡിങ്ങിന് ഒരു കുഴപ്പമുണ്ട്. ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് ഇന്ന് നമുക്കറിയാവുന്ന രാജ്യങ്ങൾ നിലവിലില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ന് വിളിക്കുന്ന പല പേരുകളും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതുപോലെ ചില രാജ്യങ്ങൾ ഒഴികെ. ഈ വീഡിയോയുടെ ഹെഡിങ് ശരിക്കും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതോ പരാമർശിക്കുന്നതുമായോ ആയ നിലവിലെ ഭൂശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ന് വേണം പറയാൻ. പക്ഷേ ഇത്ര വലിയ ഹെഡിങ് യൂട്യൂബ് വീഡിയോയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ മധ്യകിഴക്കൻ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഭൂശാസ്ത്രപരമായി ബൈബിൾ എഴുതപ്പെട്ട ആദ്യ സ്ഥലം അതാണ് ഇസ്രായേൽ. ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള രാജ്യം ഇതാണ്. ഹീബ്രുവിൽ ഇസ്രായേൽ എന്ന പദം 2485 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. മിക്കവാറും എല്ലാ ബൈബിൾ സംഭവങ്ങളും നടന്നത് ഇവിടെ വെച്ചാണ്. ഈ പ്രദേശത്തെ സൂചിപ്പിക്കുന്ന വേറെയും പേരുകളുണ്ട്. അതാണ് കനാൻ, ശമര്യ, യഹൂദ. മാത്രമല്ല ഗാസ, ഫെലിസ്തീയ തുടങ്ങിയ ഇന്നത്തെ പാലസ്തീൻ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന മറ്റ് പ്രദേശങ്ങളുമുണ്ട്. കിഴക്കോട്ട് നീങ്ങിയാൽ 2 നദികൾക്കിടയിലുള്ള സ്ഥലമായ മെസപ്പൊട്ടോമിയ നമുക്ക് കാണാം. ഇന്ന് ഇറാഖ് എന്നാണ് അറിയപ്പെടുന്നത്. ടൈഗ്രിസ് നദിയും യൂഫ്രട്ടീസ് നദിയും കാരണം ഫലപുഷ്ടിയായ ഈ സ്ഥലങ്ങൾ അസിറിയ, ബാബിലോൺ എന്ന പുരാതന രാജ്യങ്ങൾ ഉരുവാകാൻ കാരണമായി. ഈ 2 രാജ്യങ്ങളും പഴയ നിയമത്തിൽ ഇസ്രായേലിനെക്കാളും വലുതും എന്ന അത്ര സൗഹൃദമില്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പല യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ. മാത്രമല്ല ഈ 2 രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ ഒരുപാടുണ്ട്. സത്യത്തിൽ ഒരുപാട് ബൈബിൾ ഗ്രന്ഥങ്ങൾ ബാബിലോണിൽ BC 587 539 ഇടയിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിനെ ജൂതന്മാരുടെ പ്രവാസകാലം എന്നാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ദേശം ആ സമയത്ത് ഇല്ലായിരുന്നത് കൊണ്ട് അക്കാലത്തെ ജൂതന്മാർ അടിമകളായിരുന്നു. ആ സമയത്ത് ഈ നിയമങ്ങൾ എഴുതി വെച്ചു. അതിനെയാണ് തോറ എന്ന് പറയുന്നത്. നദികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൊട്ടടുത്തുള്ളത് യോർദാനാണ്. ഇന്ന് യോർദാൻ നദി ഇസ്രായേൽ, പലസ്തീൻ സംസ്ഥാനങ്ങൾക്കും ഇന്നത്തെ ജോർദാൻ രാജ്യത്തിനുമിടയിലുള്ള അതിർത്തിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ബൈബിളിൽ ഈ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കനാൻ കീഴടക്കാൻ വേണ്ടി യോശുവ അത് മുറിച്ചു കടന്നു. പാപത്തെ കീഴടക്കാൻ വേണ്ടി യേശു അതിൽ സ്നാനമേറ്റു. പഴയ നിയമത്തിൽ യോർദാൻ നദിക്കടുത്ത് ജീവിച്ചിരുന്നവരെ മോവാബ്യർ എന്നാണ് പറയുന്നത്. അതിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബൈബിൾ എഴുതിയവർക്ക് മോവാബിനെ കുറിച്ച് പറയാൻ നല്ല കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം അനുസരിച്ച് മോവാബിയർ ഉണ്ടായത് അപ്പനായ ലോത്തും അവന്റെ മൂത്ത മകളും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിലാണ്. അതേപോലെ മോവാബിയരും ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തെക്ക് വശത്തേക്ക് നോക്കിയ മിദ്യാനാണ്. ഇന്ന് സൗദി അറേബ്യ എന്ന പ്രദേശമാണത്. ഇത് ഭയങ്കരമായിട്ട് വരണ്ട ഒരു സ്ഥലമാണ്. മോശ ജനത്തിന്റെ കൂടെ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന സ്ഥലമാണ് ഇത് എന്ന് അറിയപ്പെടുന്നു. ആ യാത്രയിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സീനായ് പർവ്വതത്തിൽ മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിച്ച സംഭവമാണ്. ഇന്ന് ആ മല ഏതാണ് എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ഒരുപാട് പേർ അത് ഈജിപ്തിലുള്ള ജബൽ മൂസ എന്ന മലയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ ഇതേപോലെ 4 മലകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും അത് ഉറപ്പില്ല. പക്ഷേ പുതിയ നിയമത്തിൽ സീനായ് പർവ്വതം അറേബ്യയിൽ എവിടെയോ ആണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ അതിലുള്ള ഒരു ചോദ്യം, അത് ഇന്നത്തെ സൗദി അറേബ്യയുടെ അതിർത്തിയിൽ തന്നെയാണോ എന്നുള്ളതാണ്. ഇനി വടക്ക് വശത്തേക്ക് നോക്കിയാൽ സിറിയ എന്ന അരാം ലബനോൻ ഉണ്ട്. ഇസ്രായേലിനെ പോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെ ഇപ്പോഴും അറിയപ്പെടുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ലബനോനും. പുരാതന കാലം മുതലേ ഈ പ്രദേശം മരങ്ങൾക്ക്, പ്രത്യേകിച്ച് ദേവദാരു മരങ്ങൾക്ക് പേര് കേട്ടതാണ്. ആ മരം കൊണ്ട് ശലോമോൻ രാജാവ് ദൈവാലയം പണിതതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിനുശേഷം ദേവദാരു ലബനോന്റെ ദേശീയ ചിഹ്നമായി മാറി. അതിന്റെ പതാകയിൽ പോലും ആ ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. ഇനി വടക്ക് വശത്തേക്ക് നോക്കിയാൽ തുർക്കിയാണ് ഉള്ളത്. ബൈബിളിൽ ഈ പ്രദേശത്തിന് പല പേരുകൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തുർക്കിയല്ല. കപ്പദോക്യ മുതൽ അനറ്റോലിയ, ഹിത്യരാജ്യം, സിസിലിയ, ഫ്രുഗ്യ, പൊന്തോസ് വരെയുള്ള സ്ഥലങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇത് ഏഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യ എന്ന് പറഞ്ഞാൽ വലിയ ഭൂഖണ്ഡമല്ല, ഇത് ഏഷ്യ മൈനർ ആണ്. ഇനി കുറച്ച് നിഗൂഢമായ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അരരാത്ത് ദേശം.
പഴയ നിയമത്തിൽ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പെട്ടകമിറങ്ങിയ മലനിരകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അരരാത്ത് എന്നത് ഒരാറ്റു എന്നതിന്റെ എബ്രായ പതിപ്പാണ് എന്നാണ്. ഇത് പുരാതന അർമേനിയയാണ് കാണിക്കുന്നത്. AD 300-ൽ റോമൻ സാമ്രാജ്യത്തിന് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് ഔദ്യോഗികമായി ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യ ദേശമായി മാറിയ ഒരു രാജ്യമാണിത്. മധ്യകിഴക്കൻ രാജ്യങ്ങളിൽ ഇതുവരെ പറയാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ചരിത്രപരമായി പേർഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ജൂതപ്രവാസം അവസാനിപ്പിച്ച് ഇസ്രായേലിനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഈ ജനത്തെ അവർ സഹായിച്ചു. ഏഷ്യാവിന്റെ പുസ്തകം അതിന്റെ രാജാവായ മഹാനായ കോരേഷിനെ പ്രതീകമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അഭിഷിക്തൻ അല്ലെങ്കിൽ മിഷിഹ എന്ന പദവി കൊടുക്കുന്നുണ്ട്. ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പേർഷ്യ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇത് ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. സത്യത്തിൽ എസ്തേറിന്റെ പുസ്തകം പറയുന്നതനുസരിച്ച് അതിന്റെ അതിർത്തികൾ കൂഷ് മുതൽ ഹോഡു എന്ന സ്ഥലം വരെയായിരുന്നു. അതിനെ പിന്നീട് ഇന്ത്യ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഹോഡു എന്ന് പറഞ്ഞ ഇന്നത്തെ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യ, ഹിന്ദുദേശം, ഹോഡു എന്ന ബൈബിൾ പദവും നമുക്ക് ഇവിടെ നിന്നാണ് ഉരുവായത്. അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും ബൈബിളിൽ ഇടം നേടിയിട്ടുണ്ട്. ബൈബിളിൽ ഇന്ത്യയെക്കുറിച്ച് വേറെ ഒരു സ്ഥലത്തും പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ രാജാവ് ലബനോനിൽ നിന്ന് ദേവദാരു മരങ്ങൾ ഇറക്കുമതി ചെയ്തുവെന്നും ഓഫീർ ദേശത്ത് നിന്ന് സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ എല്ലാം വന്നതായിട്ടും പറയുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ ഒരു നിധികളായതുകൊണ്ട് ഓഫീർ എന്ന ദേശം ചിലപ്പോൾ ദക്ഷിണേന്ത്യയോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ആകാനാണ് സാധ്യത എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഈ ദേശങ്ങളെല്ലാം ഒരുപാട് ദൂരം ഉണ്ടല്ലോ എന്ന് തോന്നാം. പക്ഷേ ഈ പ്രദേശങ്ങളിൽ സമ്പന്നമായ വ്യാപാര തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ചന്ദനം, വിലയേറിയ ലോഹങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ആനക്കൊമ്പ്, കുരങ്ങുകൾ എന്നിവയുടെ കയറ്റുമതിക്ക് പേരുകേട്ടതാണ്. ബൈബിളിലെ ഈ ഓഫീറിന്റെ തുറമുഖം പൂവാറാകാനാണ് സാധ്യത. ദക്ഷിണേന്ത്യയുടെ അറ്റത്തുള്ള നല്ല തിരക്കേറിയ തുറമുഖമാണിത്. ഓഫീർ ദേശം അതിപ്പോ എവിടെയാണെങ്കിലും അത് യെരുശലേമിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏഷ്യ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ ഇതാണ്. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ അയച്ച തുറമുഖം മുതൽ അർമേനിയയിലെ തണുത്ത പർവ്വതനിരകൾ വരെയുള്ള വിശാലമായ ഭൂശാസ്ത്രപരമായ പ്രദേശമാണിത്. ഇത് ആദ്യ ഭൂഖണ്ഡമാണ്. ഇനി 2 ഭൂഖണ്ഡങ്ങൾ കൂടിയുണ്ട്. അടുത്തത് ആഫ്രിക്ക. ബൈബിളിൽ ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു ആഫ്രിക്കൻ രാഷ്ട്രമായിട്ട്, അതായത് ഈജിപ്തുമായിട്ട് അതിർത്തിയുണ്ട് എന്നത് അധികം ആരും ഓർക്കാറില്ല. പുരാതന ലോകത്തിലുണ്ടായിരുന്ന മഹത്തായ നാഗരികതകളിൽ ഒന്നായതുകൊണ്ട് ബൈബിളിൽ ഈജിപ്റ്റ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ രാജ്യത്തെ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ എബ്രായരെ ഈജിപ്തുകാർ അടിമകളാക്കിയതിൻ്റെയും ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയ ദൈവം 10 ബാധകളെ അയച്ചതെക്കുറിച്ചും അറിയാമായിരിക്കും. അതിനുശേഷം ഈജിപ്റ്റ് അല്പം പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ കൂടെ പിന്നെ ഉണ്ടായിരുന്നില്ല. ഈജിപ്തിന് ഒരുപാട് പേരുകളുണ്ട്. ഈജിപ്തിനുള്ള ബൈബിൾ പദം മിസ്രായിം എന്നാണ്. ഇന്നും ഹീബ്രു, അരാമിക് തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിൽ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. നൈൽ നദിക്ക് മുകളിൽ നോക്കിയ കൂഷ് എന്ന് പറയുന്ന ഇന്നത്തെ സുഡാനും സൗത്ത് സുഡാനും ആണുള്ളത്. ചിലപ്പോൾ നുബിയ എന്ന് വിളിക്കപ്പെടുന്ന കൂഷ് ഒരു അണ്ടർ റേറ്റഡ് ആഫ്രിക്കൻ നാഗരികതയാണ്. അവർക്ക് പിരമിഡുകൾ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരുപാട് രചനകളും ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ അയൽക്കാരായ ഈജിപ്തുകാരെ യുദ്ധസമയത്തൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. കൂഷ് ദേശത്തെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് പറയുന്നുണ്ട്. അതിലൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എസ്തറിന്റെ പുസ്തകം പറയുന്നതനുസരിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പടിഞ്ഞാറൻ പ്രവിശ്യയായിരുന്നു ആ ദേശം. സത്യം പറഞ്ഞ പേർഷ്യയ്ക്ക് അധികകാലം ആ ദേശത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. കൂഷിലെ ജനങ്ങളെക്കുറിച്ചുള്ള അടുത്ത രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മോശയുടെ ഭാര്യയാണ്. ജേക്കബ് ജോർദൻസ് വരച്ച 17-ാം നൂറ്റാണ്ടിലെ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. മോശയുടെ ഭാര്യ ആഫ്രിക്കൻ വംശജയാണെന്ന് നമുക്ക് മനസ്സിലാകും. സംഖ്യാപുസ്തകത്തിൽ മോശയുടെ ഭാര്യ ഒരു കൂശി സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കൂശ് രാജ്യം ചരിത്രപരമായി സുഡാൻ, സൗത്ത് സുഡാൻ ആണ്. പക്ഷേ കൂഷ് ദേശത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അത് എത്യോപ്യയെക്കുറിച്ചാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ബൈബിളിൽ ആ രാജ്യത്തെ ഷേബ എന്നും വിളിക്കുന്നുണ്ട്. ശലോമോൻ രാജാവിന്റെ ദൈവാലയ മഹത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് സന്ദർശിച്ച ഷേബ രാജ്ഞിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ എത്യോപ്യൻ പള്ളികളിൽ ഷേബ രാജ്ഞിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. എത്യോപ്യൻ നാഷണൽ ക്രോണിക്കിൾ ദ കെബ്ര നഗസ്റ്റിൽ രാജ്യത്തിന്റെ രാജകീയ പാരമ്പര്യം ഷേബ രാജ്ഞിയിലേക്കും ശലോമോൻ രാജാവിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ആ ഷേബ രാജ്യം എവിടെയായിരുന്നു എന്നത് അറിയാൻ പ്രയാസമാണ്. പക്ഷേ അത് ഇന്നത്തെ എത്യോപ്യ, എറിട്രിയ, ഡിജ്ബൂട്ടി എന്നിവയുടെ അതിർത്തികളിലും
ചിലപ്പോൾ കടലിനപ്പുറത്തുള്ള യമനിലും ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അവസാന രാജ്യമാണ് ലിബിയ. അതിന്റെ പ്രവിശ്യകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഭൂപടം കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? നാം പറയാത്ത ഒരു ഭൂഖണ്ഡം കൂടി ബാക്കിയുണ്ട്. അതാണ് യൂറോപ്പ്. പുതിയ നിയമകാലത്തിന്റെ സമയത്ത് ഇസ്രായേൽ പാലസ്തീൻ പ്രദേശമെല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. BC 27 മുതൽ AD 180 വരെയുള്ള ഈ സമയത്ത് സാമ്രാജ്യങ്ങൾ തമ്മിൽ മെഡിറ്ററേനിയൻ കടൽ വഴി ഒരുപാട് കപ്പൽ യാത്രകളുടെ ഒരു ശൃംഖലയുമായി ബന്ധിപ്പിച്ചു. ആദിമ ക്രിസ്ത്യാനികൾ ഈ കപ്പൽ യാത്രകളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചു. യഹൂദിയയിൽ യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം അധികം താമസിയാതെ കിഴക്കൻ മെഡിറ്ററേനിയനിലെ തീരദേശ പട്ടണങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രീസിൽ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസിന്റെ പല ലേഖനങ്ങളിലും ഈ ഗ്രീക്ക് സഭകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് കൊരിന്തിലുണ്ടായിരുന്ന കൊരിന്തിയർക്കോ, തെസ്ലോനിക്കയിലുണ്ടായിരുന്ന തെസ്ലോനിയർക്കോ, ഫിലിപ്പിയിലുണ്ടായിരുന്ന ഫിലിപ്പിയർക്കോ ചെയ്യുന്നുണ്ട്. ഗ്രീസ് ആ സമയത്ത് ക്രിസ്തുമതത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. അങ്ങനെ ഗ്രീക്ക് പെട്ടെന്ന് പുതിയ നിയമത്തിന്റെ പ്രധാന ഭാഷയായി മാറി. അതിനുശേഷം ഇറ്റലി, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അതിന്റെ തലസ്ഥാനമായി തന്നെ മാറി. ഇറ്റലി എന്ന പ്രവിശ്യയെക്കുറിച്ച് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ പോലും റോമും റോമാക്കാരെക്കുറിച്ചും പുതിയ നിയമത്തിൽ പലതവണ പറയുന്നുണ്ട്. എന്തിന്, റോമർ എന്നൊരു പുസ്തകം പോലും പ്രത്യേകമുണ്ട്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതം എന്ന നിലയിൽ പലർക്കും റോമും ഇറ്റലിയും ഇന്നത്തെ മതത്തിന്റെ ഹൃദയമാണ്. ഇന്നത്തെ യൂറോപ്പ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ചെറിയ ചെറിയ പ്രവിശ്യകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. സൈപ്രസ്, കൊറേഷ്യ, ബോസ്നിയ, ഗ്രീസിന്റെ ചില ഭാഗങ്ങൾ, ഇന്നത്തെ വടക്കൻ മാസിഡോണിയം ഉൾപ്പെടുന്ന മാസിഡോണിയ, ഇന്നത്തെ റൊമേനിയ, ബൾഗേറിയയായി മാറിയ സിഥിയ, പനീഷ്യൻസ് ആയ സ്പാനിഷ്, പോർച്ചുഗൽ എന്നിവയെക്കുറിച്ചും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പഴയ നിയമത്തിലും സ്പെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന യോനയുടെ സംഭവകഥയിലാണ് പ്രവാചകൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ പടിഞ്ഞാറോട്ട് തർശീസിലേക്ക് പോകാൻ കപ്പൽ കയറി. ഇന്നത്തെ സ്പെയിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു തുറമുഖ നഗരമായ ടാർട്ടസോസ് ആയിരിക്കാം തർശീഷ് എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ലോകത്തിന്റെ അറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പ്രവാചകൻ അങ്ങോട്ടേക്ക് കപ്പൽ കയറിയത്. ഈ ഭൂപടത്തിൽ ഇപ്പോൾ പറയാൻ പോകുന്ന അവസാന സ്ഥലം ലേശം വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതാണ് ഫ്രാൻസ്. പലരും അംഗീകരിക്കാത്ത ഒരു പുസ്തകത്തിലാണ് ഈ പേര് പറയുന്നത്. മക്കബീസിന്റെ പുസ്തകത്തിൽ ഗോൽ എന്ന് അറിയപ്പെടുന്ന ഒരു ഗോത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ഫ്രാൻസിൽ താമസിച്ചിരുന്ന ഒരു കെൽറ്റിക് ജനതയായിരുന്നു ഈ ഗോൾസ്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു വലിയ പാക്കേജാണ്. ഒരു ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നതാണ് സത്യം. ഫ്രാൻസിന്റെ നിലവിലെ എല്ലാ വിദേശ പ്രദേശങ്ങളും ഫ്രാൻസിന്റെ ഭാഗം തന്നെയാണ്. തെക്കേ അമേരിക്കയിലെ ഫ്രഞ്ച് ഗയാന, പസഫിക്കിലെ ഫ്രഞ്ച് പൊളിനീഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ യൂറോപ്യൻ ഫ്രാൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ അതും ഫ്രാൻസ് തന്നെയാണ് എന്ന് പറഞ്ഞ ഭരണഘടനാപരമായ രീതിയിൽ നോക്കിയ ബൈബിളിൽ അന്റാർട്ടിക്കയെക്കുറിച്ച് പോലും പറയുന്നുണ്ട് എന്നതാണ് ഇതിനർത്ഥം. കാരണം ഫ്രാൻസിന് അവിടെയും പ്രദേശങ്ങൾ അവകാശമായിട്ടുണ്ട്. എന്നാൽ ഫ്രാൻസ് കുറച്ചുപേർ മാത്രം അംഗീകരിക്കുന്ന ബൈബിൾ പുസ്തകത്തിൽ നിന്നുള്ളതായതുകൊണ്ട് വളരെ കുറച്ചുപേർ മാത്രമേ ഫ്രാൻസിനെ അംഗീകരിക്കുന്നുള്ളൂ. ഇത്രയും രാജ്യങ്ങളെക്കുറിച്ചാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പൂവാർ തുറമുഖം പോലും ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്.